അലർജിയുള്ള സ്ത്രീകളാണോ എന്ന ഈ വീഡിയോ നിങ്ങൾക്കുള്ളത്. അലർജി കാരണം മാനസികമായിട്ടും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം അവർക്ക് ഈ അലർജിയുടെ ഭാഗമായിട്ട് തന്നെ അമിതമായ ക്ഷീണം ഉണ്ടാവാറുണ്ട്. മടിയാണ്, ഒന്നും അവൾ പ്രോപ്പറായിട്ട് ചെയ്യില്ല എന്നുമായിട്ട് കുറ്റപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, ഒന്നും ആ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വിചാരിച്ച പോലെ അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് പീരീഡ്സിന്റെ ടൈം ആണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ടാണ് കാണുന്നത്. ശക്തമായിട്ടുള്ള തുമ്പലുണ്ടാവും, ഹെവി ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രം ലീക്ക് ആവുക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഈ ലേഡീസ് കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം അലർജിയുടെ സിവിയർ ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു മൂഡ് സ്വിങ്സ് അലർജിയുടെ ഭാഗമായിട്ട് അധികം ആളുകൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണമാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ വേണ്ടത് ആദ്യമായിട്ട് നിങ്ങളുടെ പാർട്ണറുടെ അടുത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് കൺവേ ചെയ്യേണ്ടതാണ്. എന്താണ് ബുദ്ധിമുട്ടെന്ന് അവരുടെ അറിയിക്കാൻ, അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊന്ന് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുക. കാരണം കമ്മ്യൂണിക്കേഷൻ ആണ് എവിടെയും ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ലവ്. നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. ആ അരമണിക്കൂർ നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിംഗ് പോലെ, അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം എപ്പോഴും ഈ ഒരു അലർജിയുള്ള ആളുകൾ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിലായിരിക്കും. ഈ അലർജി മാറില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അധികം ആളുകൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അലർജി മാറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഓൺ ടൈമിൽ തന്നെ ചികിത്സ ചെയ്യുക. അലർജിക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കൺവേ ചെയ്യുക. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് വഴി നമുക്ക് ഈ മൂഡ് സ്വിങ്സും ഒപ്പം അലർജിയും നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അലർജിയെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.